എല്ലാവർക്കും ടേൺ ടു സക്സസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2025 PSC എക്സാമുകളിൽ ചോദിച്ച മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അതായത് ഓരോ എക്സാമുകളും നമ്മൾ അതിൻ്റെ നടന്ന ഡേറ്റ് അനുസരിച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും പറയുന്ന സമയത്ത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും കണക്റ്റഡ് ഫാക്റ്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യുക, വീഡിയോയിലോട്ട് പോവാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന. അതായത് 2025 ജനുവരി 11 നടന്ന 10th പ്രിലിമിനറി സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് ഏത്? നിഹോൺ കിഡാൻക്യോ. എന്താണ്? നിഹോൺ കിഡാൻക്യോ എന്ന് പറഞ്ഞ സംഘടനയാണ്. അത് എവിടുത്തെ സംഘടന എന്ന് വെച്ചാൽ ജപ്പാനാണ്. എവിടെയാണത്? ജപ്പാനാണ് വരും. ഇതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോവാണ്. അതുകൊണ്ട് നിങ്ങളത് നോട്ട് ചെയ്ത് ഒരു പുസ്തകം എടുത്ത് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഓർത്തിരിക്കുക, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1901 നോർവേ ആണ് ഈ പുരസ്കാരം നൽകുന്നത്. പുരസ്കാരം നൽകുന്ന ആരാണ്? നോർവേ ആണ്. അതുപോലെ ആരംഭിച്ചപ്പോഴാണ്? 1901. ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള പുരസ്കാരം നേടിയ ആരാണ്? നേടിയതെന്ന് വെച്ചാൽ റെഡ് ക്രോസ് ആണ്. ഏത് സംഘടനയാണ്? റെഡ് ക്രോസ് ആണ്. 1917, 1944, 1963 വർഷങ്ങളിലാണ് റെഡ് ക്രോസിന് എന്ത് കിട്ടിയ? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ. 1917, 1944, 1963. ഇനി നമ്മൾ ഇതിന്റെ കറണ്ട് അഫയേഴ്സിലോട്ട് വരുന്ന സമയത്ത് അതിനുമുമ്പ് ഒരു കാര്യം ഓർത്തിരിക്കുക. 1979 ആര് കിട്ടുന്നത്? മദർ തെരേസയ്ക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയ. 2006 കിട്ടിയ നമ്മൾ എന്താണ്? പാവങ്ങളുടെ ബാങ്കർ അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് യൂനസ് ആണ്. ഒന്ന് ഓർത്തിരിക്കുക. 2006, 2009 കിട്ടിയ വ്യക്തി ആരാണ്? ഒബാമയാണ്. 2014 കൈലാസ് സത്യാർത്ഥിക്കും അതുപോലെ മലാല യൂസഫ് സായിക്കാണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയത്. ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ കറണ്ട് അഫയേഴ്സിലോട്ട് വരികയാണെങ്കിൽ 2024 കിട്ടിയായിരിക്കായിരുന്നു നിഹോൺ ഹിഡാൻക്യോ. ജപ്പാനാണ്. ജപ്പാൻ ബേസ്ഡ് സംഘടനയാണ്. അതുപോലെ തന്നെ 2023 കിട്ടിയ ആരാണ്? നർഗീസ് മുഹമ്മദിയാണ്. അതാണ് ഇറാന്റെ പത്രപ്രവർത്തനായിട്ടുള്ള ആരാണ്? നർഗീസ് മുഹമ്മദിയാണ്. ആരാണ്? നർഗീസ് മുഹമ്മദിയാണ്. അതുപോലെ 2022 ലഭിക്കുന്നത് രണ്ട് സംഘടനക്കും ഒരു വ്യക്തിക്കാണ്. ആ വ്യക്തിന്റെ പേരെന്താണ്? അലസ്ബിയ ലിയറ്റസ്കി. ആരാണ്? അലസ്ബിയ ലിയറ്റസ്കി. ഏതാണ് രാജ്യം? ബെലാറസ് ആണ്. ഏതാ രാജ്യം? ബെലാറസ് ആണ്. അതുപോലെ തന്നെ രണ്ട് സംഘടനകൾക്ക് കൂടി 2022 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ സംഘടന ഏതാണ്? റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള മെമ്മോറിയൽ. എന്താണ്? മെമ്മോറിയൽ. അതുപോലെ ഉക്രൈൻ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള സെൻട്രൽ ഫോർ സിവിൽ ലിബർട്ടീസ്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാന്ന് വെച്ചാലാണ്? അത് കാരിച്ചാൽ ചുണ്ടനാണ്. 70ാമത് നെഹ്റു ട്രോഫി എപ്പോഴാണ് നടന്നത്? കഴിഞ്ഞ വർഷമാണ് അല്ലേ? 2024 അല്ലെ? 2024 നെഹ്റു ട്രോഫി ആരംഭിച്ചപ്പോഴാണ്? 1952 ആദ്യം ഇതിന്റെ പേരെന്തായിരുന്നു? പ്രസിഡന്റ്സ് ട്രോഫി എന്നായിരുന്നു. അല്ല, എന്താണ്? പ്രൈം മിനിസ്റ്റർ. പ്രസിഡന്റ്സ് ട്രോഫി എന്ന് പറഞ്ഞാൽ അഷ്ടമുടിക്കാലിൽ നടക്കുന്നതാണ്. സോറി, എന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു ആദ്യം ഇതിന്റെ പേര്. പിന്നീടാണ് ഇതിന്റെ പേര് എന്താക്കി മാറ്റുന്നത്? നെഹ്റു ട്രോഫി അല്ലെ? പ്രഥമ വിന്നർ ആരായിരുന്നു വെച്ചാലാണ്? നടുഭാഗം ചുണ്ടനാണ്. 70ാമത് എപ്പോഴാണ്? 2024 നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരായിരുന്നു? അത് കാരിച്ചാൽ ചുണ്ടനാണ്. എന്താണ്? എത്രാമത്തെ തവണയാണ് കാരിച്ചാൽ ചുണ്ടന്റെ? 16. അതായത് ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയ ചുണ്ടനാണ് ഇത്, കാരിച്ചാൽ ചുണ്ടൻ അല്ലെ? ആരാണ് തുഴഞ്ഞത്? PBC ആണ് അല്ലെ? പള്ളുരുത്തി ബോട്ട് ക്ലബ് ആണ്. ഏതാണ്? പള്ളുരുത്തി ബോട്ട് ക്ലബ് ആണ്. അതുപോലെ തന്നെ 70ാമത് തൊട്ട് മുന്നത്തെ വർഷം 69ാമത് വിന്നർ ആരായിരുന്നു? വിയ്യാപുരം ചുണ്ടനായിരുന്നു. 69ാമതായിരുന്നു വിയ്യാപുരം ചുണ്ടനാണ്. അതുപോലെ 68ാമത് ആരായിരുന്നു? മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, ഭാഗ്യചിഹ്നങ്ങളും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അതായത് 2024 അല്ലെങ്കിൽ 70ാമത് നെഹ്റു ട്രോഫിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറഞ്ഞ ചിഹ്നം എന്തായിരുന്നു? തോണി, അതായത് നീലു എന്ന നീലപ്പൊന്മാൻ. ഭാഗ്യചിഹ്നം എന്തായിരുന്നു? നീലു എന്ന നീലപ്പൊന്മാനായിരുന്നു. അതുപോലെ തന്നെ 69ാമതിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? തോണി തൊഴിയുന്ന അല്ലെങ്കിൽ വള്ളം തൊഴിയുന്ന കുട്ടിക്കൊമ്പനാണ്. അതുപോലെ തന്നെ അതിനു മുന്നേ 68ാമത് അല്ലെങ്കിൽ 2022 ഭാഗ്യചിഹ്നം എന്തായിരുന്നു വെച്ചാൽ എന്തായിരുന്നു ഭാഗ്യചിഹ്നം? മിട്ടു എന്ന തത്തയായിരുന്നു അല്ലെ? മിട്ടു എന്ന തത്തയായിരുന്നു ഭാഗ്യചിഹ്നം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. അടുത്ത 2025 പ്രഥമ ഗോഗോ
ലോകകപ്പിന് വേദിയായ രാജ്യം ഏതാണെന്ന് ചോദിച്ചുള്ള ഓക്കെ. പ്രഥമ ഗോഗോ വേൾഡ് കപ്പിന് വേദിയായ രാജ്യം ഏതാണ്? ഓൾറെഡി അത് കഴിഞ്ഞു. ഓൾറെഡി ആ ഗോഗോ വേൾഡ് കപ്പ് 2025 ഓൾറെഡി കഴിഞ്ഞു. ഏതാ രാജ്യം ചോദിച്ചതാണ്? ഇന്ത്യയാണ് അല്ലെ. ഏതാണ് രാജ്യം? ഏതാണ് പ്രഥമ ഗോഗോ വേൾഡ് കപ്പിന് വേദിയായ രാജ്യം ഏതാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ്? ഡൽഹിയിലാണ്. അതായത് 2025 ജനുവരി 13 എന്ത് ചെയ്തത്? ഗോഗോ വേൾഡ് കപ്പ് എന്ത് ചെയ്ത് ആരംഭിച്ചത്. ഇതിന്റെ ഭാഗ്യചിഹ്നം, ഈ ഗോഗോ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ഉണ്ടായിരുന്നു. എന്താണ്? തേജസ് ആൻഡ് താര, അല്ലെങ്കിൽ എ പെയർ ഓഫ് ഗസൽസ്, അല്ലെങ്കിൽ മാൻ എന്ന് പറയാം. എന്താണ്? എ പെയർ ഓഫ് ഗസൽസ് മാൻ, അല്ലെങ്കിൽ തേജസ് ആൻഡ് താര, അതായിരുന്നു എന്റെ പേരെന്ന് വെച്ചാൽ അല്ലെ. അപ്പൊ ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ എത്രയായിരുന്നു? 23 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അതുപോലെ തന്നെ എന്താണ്? ഉദ്ഘാടന മത്സരം ഇന്ത്യയും നേപ്പാളും തമ്മിലായിരുന്നു. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, ഗോഗോ ടീമിൽ, ഗോഗോ കളിയിൽ ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? എന്താണ്? ഒരു ടീമിലെ കളി എത്രയാണ്? ഒരു ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. 9 അംഗങ്ങളാണ് ഒരു ടീമിൽ ഒരേ ടൈം ഉണ്ടാവുക. ടോട്ടൽ നമുക്ക് വേണം 9 അംഗങ്ങൾ ഒരേ ടൈം കളിക്കും. 3 സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സ് ഉണ്ടാവും. 3 സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ എത്രയാണ്? ടോട്ടൽ 12 ആണ്. പക്ഷെ ഗോഗോ ടീമിൽ കളിക്കാരുടെ എണ്ണം ചോദിച്ചാൽ നമുക്ക് എത്ര പറയാം? 9 അംഗങ്ങളാണ് കളിക്കാരുടെ എണ്ണം വരിക. അതുപോലെ നമുക്കറിയാം, കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രിയാണ് ആര്? കേന്ദ്ര സ്പോർട്സ് അല്ലെങ്കിൽ യുവജനകാര്യ വകുപ്പ് മന്ത്രിയാണ് ആരെന്ന് പറഞ്ഞാൽ മൻസുഖ് മാണ്ഡവ്യാണ്. ആരാണ്? മൻസുഖ് മാണ്ഡവ്യാണ്. ഓർത്തിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏതാണത്? 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്നു. അതാണ് അതിന്റെ ഉത്തരം വരിക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലഞ്ച് ബെൽ പദ്ധതി. എന്താണ്? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ചോദിച്ചു. ഏതാണത്? കേരളം. എന്താണ് ലഞ്ച് ബെൽ പദ്ധതി എന്ന് പറഞ്ഞാൽ? ലഞ്ച് ബെൽ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? ലഞ്ച് ബെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കുടുംബശ്രീയുടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയാണ് എന്ത്? ലഞ്ച് ബെൽ. എന്താണ്? കുടുംബശ്രീയുടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയാണ് എന്ത്? ലഞ്ച് ബെൽ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് ഏത്? കൂട്ട്. ഏതാണ്? കൂട്ട്. കേരള പോലീസ് പദ്ധതിയാണ് ഏത്? കൂട്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, മയക്കുമരുന്നിന്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിന്റെ പേരാണെന്ത്? യോദ്ധാവ്. അതായത് മയക്കുമരുന്നിന്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിന്റെ പേരാണെന്ത്? യോദ്ധാവ്. എന്താണ്? യോദ്ധാവ്. അതുപോലെ തന്നെ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി പോലീസ് ആരംഭിച്ച പദ്ധതിന്റെ പേരാണെന്ത്? ചിരി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിന്റെ പേരാണെന്ത്? ചിരി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ എന്താണ് ടീമിലെ മലയാളി താരം ആരായിരുന്നു? ആരായിരുന്നു? PR ശ്രീജേഷ് ആണ്. ആരാണ്? PR ശ്രീജേഷ്. അതായത് എന്താണ് 2024 മാത്രമല്ല 2020 ടോക്കിയോ 2020 ടോക്കിയോ എന്ന് പറഞ്ഞാലും നടന്നപ്പോഴാണ് 2021 ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുന്നത് അല്ലെ. അപ്പൊ 2021 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ എന്താണ് ടീമിൽ അംഗമായിരുന്നു ആര്? PR ശ്രീജേഷ് അല്ലെ. ഒരുപാട് കാലം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്? PR ശ്രീജേഷ്. നിലവിലെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ചോദിച്ചാൽ ആരാണത്? ഹർമൻപ്രീത് സിംഗ് ആണ്. ആരാണ്? ഹർമൻപ്രീത് സിംഗ്. ആരാണ്? ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ആര്? ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ആര്? ഹർമൻപ്രീത് കൗർ. അതുപോലെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് സിംഗ്. അപ്പൊ PR ശ്രീജേഷ് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി എന്ന് വെച്ചാലാണത് മാനുവൽ ഫെഡറിക് ആണ്. ആരാണ്? മാനുവൽ ഫെഡറിക്. 1972 മ്യൂണിച്ച് ഒളിമ്പിക്സ് 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീമിലെ അംഗമായിരുന്നു ആര്? മാനുവൽ ഫെഡറിക്സ്. ഇതുവരെ 2 മലയാളികൾക്കാണ് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ ആദ്യ വ്യക്തി മാനുവൽ ഫെഡറിക്സ് ആണ്. അതുപോലെ രണ്ടാമത്തെ ആരാണ്? PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷിന് എത്ര തവണ കിട്ടിയിട്ടുണ്ട്? 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മെഡല് PR ശ്രീജേഷിന് കിട്ടിയിട്ടുണ്ട്. PR ശ്രീജേഷിന്റെ ഫുൾ നെയിം എന്താണ്? പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് അല്ലെ. രവീന്ദ്രൻ ശ്രീജേഷ്. അദ്ദേഹം ജനിച്ചപ്പോഴാണ് 1986 ജനിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ ഒന്ന് പഠിക്കുക. അദ്ദേഹത്തിന് 2017 എന്ത് കിട്ടുന്നത്? 2017 എന്ത് കിട്ടുന്നത്? പത്മശ്രീ പുരസ്കാരം കിട്ടുന്നപ്പോഴാണ് 2017 പത്മശ്രീ പുരസ്കാരം കിട്ടിയ 2017 അതുപോലെ തന്നെ അദ്ദേഹത്തിന് അർജുന അവാർഡ് കിട്ടിയപ്പോഴാണ്
2015 അർജുന അവാർഡ് കിട്ടിയപ്പോഴാണ് 2015. അതുപോലെ പത്മഭൂഷൺ അല്ലെ 2025 അദ്ദേഹത്തിന് ഏത് പുരസ്കാരം കൂടി കിട്ടി? പത്മഭൂഷൺ അവാർഡും കൂടി ആർക്ക് കിട്ടിയിട്ടുണ്ട്? PR ശ്രീജേഷിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി കൊടുത്തിരിക്കുക, PR ശ്രീജേഷിന് എന്താണ് ഈ പറഞ്ഞ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചപ്പോഴാണ് 2021. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കസാനാണ്, റഷ്യയിലെ കസാനാണ്. കുറേ എക്സാമുകൾക്ക് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. റഷ്യയിലെ കസാനിലാണ് 2024 എത്രാമതെന്ന് വെച്ചാൽ എത്രയാണ്? 16. എത്രാമതാണ്? 16 ബ്രിക്സ് ഉച്ചകോടി നടന്ന എവിടെയാണ്? കസാനിലാണ്, റഷ്യയിലാണ്. അതുവരെ 17 ഇപ്പൊ 2025 2025 17 എവിടെയാണ്? ബ്രസീലാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് 17 എടുക്കുക. അതുപോലെ 16, 17 അപ്പൊ 15 കൂടി ഒന്ന് പഠിച്ചു വെക്കുക. 15 സൗത്ത് ആഫ്രിക്ക ആയിരുന്നു, 14 ചൈനയായിരുന്നു. 14 എവിടെയായിരുന്നു? ചൈനയായിരുന്നു അല്ലെ. അപ്പോഴെന്താണ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടും എത്ര രാജ്യങ്ങളാണ് ബ്രിക്സിൽ ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കി വെക്കണം. എന്താണ്? വികസ്വര രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് എന്തെന്ന് പറഞ്ഞാൽ ബ്രിക്സ് പറഞ്ഞാൽ. ബ്രിക്സ് സ്ഥാപിതമായത് എപ്പോഴായിരുന്നു? 2009 ജൂൺ 16 അതിന്റെ ആസ്ഥാനം ഷാങ്ഹായി ആണ്, ചൈന അല്ലെ. അപ്പൊ നിലവിൽ വരുമ്പോൾ 4 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ബ്രിക് ആണ്. ബി ഏതാണ്? ബ്രസീലാണ്. R എന്താണ്? റഷ്യയാണ്. I എന്താണ്? ഇന്ത്യയാണ്. C എന്താണ്? ചൈനയാണ് അല്ലെ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈനയായിരുന്നു. പിന്നീട് 2010 എന്ത് ചെയ്യുന്നത്? 2010 ഡിസംബർ 24 എന്ത് ചെയ്തു? സൗത്ത് ആഫ്രിക്ക എന്ത് ചെയ്തു? ബ്രിക്സിൽ അംഗമായി. അങ്ങനെ 2010 ബ്രിക് എന്തായിട്ട് മാറുന്നത്? സൗത്ത് ആഫ്രിക്ക വന്നതോടുകൂടിയാണ് ബ്രിക് എന്തായിട്ട് മാറുന്നത്? ബ്രിക്സ് ആയിട്ട് മാറുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ബ്രിക്സ് രാജ്യങ്ങൾ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് ഇത് NDB അല്ലെ, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെ. എപ്പോഴാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് നിലവിൽ വന്നത്? 2014 ജൂലൈ 15 2014 ജൂലൈ 15 ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായി ആണ്. അതുപോലെ നിലവിൽ എത്ര അംഗങ്ങളാണുള്ളത്? നിലവിൽ 11 അംഗങ്ങളാണ് എന്ത് ചെയ്യുക? ബ്രിക്സിൽ വരിക. അതിൽ 11 അംഗങ്ങളിൽ ഏറ്റവും അവസാനമായിട്ട് അംഗമായത് ആരാണ്? ഇന്തോനേഷ്യയാണ്. ഏറ്റവും അവസാനമായിട്ട് അംഗമായത്, അല്ലെങ്കിൽ 11ാമത്തെ അംഗമാരാണ് നിലവിൽ എത്രയാണ്? 11 അംഗങ്ങൾ. 11ാമത്തെ അംഗമാരാണ് ഇന്തോനേഷ്യയാണ്. മറ്റംഗങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്ത്, ഇറാൻ, ഏതോപ്യ, സൗദി അറേബ്യ, ഇന്തോനേഷ്യ, UAE അല്ലെ. എന്താണ്? ഈജിപ്ത്, ഇറാൻ, ഏതോപ്യ, സൗദി അറേബ്യ, UAE. ഏറ്റവും അവസാന അംഗമായത് ആരാണ്? ഇന്തോനേഷ്യ. 2025 ജനുവരിയിലാണ് ഇന്തോനേഷ്യ എന്ത് ചെയ്യുന്നത്? ബ്രിക്സിൽ എന്ത് ചെയ്യുന്നത്? അംഗമാവുന്നത്. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലെ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഏതാണത്? തെലങ്കാനയാണ്. ഏതാണ്? തെലങ്കാനയാണ്. ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ എക്സാമിലെ ക്വസ്റ്റ്യൻസ് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3rd സ്റ്റേജ് ആണ്. 25 ജനുവരി. അടുത്തെന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്താണ് അല്ലെ. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം എവിടെയാണ്? വൈക്കത്താണ്. നമ്മൾ ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹം പഠിക്കുന്ന സമയത്ത് EV രാമസ്വാമി നായ്ക്കറെ പറ്റി പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ്? വൈക്കത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എപ്പോഴാണ്? 2023 അല്ലെ. ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ അല്ലെ. 2023 അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക. 2022 എന്തായിരുന്നു? അന്താരാഷ്ട്ര ഗ്ലാസ് വർഷമാണ്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ്. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. 2025 ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര എന്താണ്? ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ഏതാണ്? ഫയർമാൻ സെയിൽസ് അസിസ്റ്റന്റ് ആണോ? ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കഴിഞ്ഞ, അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് ഏതൊരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. 2025 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം. അതുപോലെ തന്നെ 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമാണ്. അതുപോലെ അന്താരാഷ്ട്ര ഹിമാനി വർഷമാണ്. 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമാണ്. 2027 അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമാണ്. 2027 എന്ന് പറഞ്ഞാൽ 2029 എന്താണ്?
എന്താണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം 2025 അതുപോലെ തന്നെ അന്താരാഷ്ട്ര സുസ്ഥിരവും പ്രതിരോധ ശേഷിയുള്ളതുമായ ടൂറിസം വർഷമാണ് ഇതെന്ന് പറഞ്ഞാൽ 2027 എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ അവബോധത്തിന്റെയും ഗ്രഹ പ്രതിരോധത്തിന്റെയും വർഷമാണ് ഇത് 2029. ഒന്ന് മാറരുത്. 2026 അന്താരാഷ്ട്ര കർഷക വർഷമാണ്. 2027 അന്താരാഷ്ട്ര സുസ്ഥിരവും പ്രതിരോധ ശേഷിയുള്ളതുമായ ടൂറിസം വർഷമാണ്. 2029 അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ അവബോധത്തിന്റെയും ഗ്രഹങ്ങളുടെ പ്രതിരോധത്തിന്റെയും വർഷമാണ്. മാറരുത്. ഇതൊക്കെ എക്സാമുകൾക്ക് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തെന്താണ് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലെ എന്താണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP അല്ലെ KASP പ്രകാരം ദരിദ്രരും ദുർബലരുമായിട്ടുള്ള കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണത്? 5 ലക്ഷം രൂപയാണ്. എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. അതുപോലെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണത്? കൊല്ലം ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണെന്ന് വെച്ചാൽ ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്ക്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലം ചോദിച്ചതാണ്? നിയമസഭാ മണ്ഡലം ചോദിച്ചതാണ്? കോവളാണ് അല്ലെ. കോവളം ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എ വിൻസെന്റ് ഏത് നിയോജക മണ്ഡലത്തിലെ MLA ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കോവളാണ് അല്ലെ. അപ്പൊ സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലം കോവളാണ്. MLA ആരാണ്? A വിൻസെന്റ് ആണ്. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചതാണ്? നെയ്യാറ്റിൻകര താലൂക്കാണ്. ഏതാണ്? നെയ്യാറ്റിൻകര താലൂക്കാണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷൻ ചെയ്തപ്പോഴാണ് 2025 മെയ് 2-നാണ്. 2025 മെയ് 2-നാണ് എന്ത് ചെയ്തത്? കമ്മീഷൻ ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത ആരായിരുന്നു? നരേന്ദ്രമോദിയാണ്. ഇതിന്റെ ഔദ്യോഗിക നാമം എന്താണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം ആണ് അല്ലെ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം. അതുപോലെ ഇതിന്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ INTRV01 INT ലൊക്കേഷൻ കോഡ് ഒന്ന് ഓർത്തിരിക്കുക. INTRV01 എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഇത് വിഴിഞ്ഞം തുറമുഖം അല്ലെ. 20 മീറ്റർ ആണ് എന്ത് ചെയ്യുക ഇതിന്റെ ആഴം വരിക. 20 മീറ്റർ ആണ് ഇതിന്റെ ആഴം വരിക. അതുപോലെ തന്നെ ഇത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖം കൂടിയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖം കൂടിയാണ്. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖം കൂടിയാണ് ഇതെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം അല്ലെ. ഇതിന്റെ നിർമ്മാണം ആരായിരുന്നു? അദാനിയാണ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത് അല്ലെ. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് രാജ്യാന്തര കപ്പൽ പാതയുമായുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ ദൂരം ചോദിച്ചാൽ എത്രയാണ്? 10 നോട്ടിക്കൽ മൈലാണ്. എന്താണ്? രാജ്യാന്തര കപ്പൽ പാതയായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടുപ്പം ചോദിച്ചാൽ എത്ര ദൂരത്താണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ എത്രയാണ്? 10 നോട്ടിക്കൽ മൈലാണ്. 10 നോട്ടിക്കൽ മൈലാണ്. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണത്? സാൻ ഫെർണാണ്ടോ ആണ്. ഡെൻമാർക്കിന്റെ ഇതായിട്ടുള്ള ഏതാണ് ആദ്യത്തെ മദർഷിപ്പ് എന്ന് പറയുന്നതാണ് സാൻ ഫെർണാണ്ടോ. തലമുറ ആദ്യ കപ്പൽ ചോദിച്ചാൽ ഏതാണ്? ഷെൻഹുവ 15 ചൈനന്റെ അല്ലെ. ഷെൻഹുവ 15 അല്ലെങ്കിൽ ഷെൻഹുവ 15 ആണ്. അപ്പൊ മാറരുത്. ആദ്യത്തെ മദർഷിപ്പ് എന്ന് വെച്ചാൽ മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കപ്പലുകളെയാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുക? മദർഷിപ്പ് നമ്മൾ വിളിക്കുന്നത് അല്ലെ. അതേതാണ്? സാൻ ഫെർണാണ്ടോ ആണ്. ഡെൻമാർക്കിന്റെ ആദ്യ കപ്പൽ ചോദിച്ച ഏതാണ്? ഷെൻഹുവ 15 ചൈനന്റെ ആണ്. അതുപോലെ തന്നെ അവിടെ ഒരു കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2025 ജൂണിൽ വിഴിഞ്ഞം സന്ദർശിച്ച ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഇത്? ഐറീന. ഏതാണ്? ഐറീന. അതുപോലെ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് അയ്യർ ആണ് അല്ലെ. മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ആണ്. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ചോദിച്ചാരാണ്? അത് സർബാനന്ദ സോനോവാൾ ആണ്. തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാൾ ആണ്. അതുപോലെ സംസ്ഥാന തുറമുഖ മന്ത്രി VN വാസവനാണ്. ആരാണ്? VN വാസവനാണ് അല്ലെ. അടുത്തത് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് ആര്? K കൃഷ്ണൻകുട്ടി അല്ലെ. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? K കൃഷ്ണൻകുട്ടിയാണ്. നിയോജക മണ്ഡലം ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. അടുത്ത 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? ഹാൻ കാങ് ആണ്. ആരാണ്?
ഹാൻകാങ് ഏത് രാജ്യക്കാരനാണ്? ദക്ഷിണ കൊറിയക്കാരനായിട്ടുള്ള നോവലിസ്റ്റ് ആണ് ആരെന്ന് പറഞ്ഞാൽ ഹാൻകാങ് അല്ലെ. 2023 കിട്ടിയായിരിക്കായിരുന്നു. 2023 കിട്ടിയത് ജോൺ ഫോസ് ആണ്. നോർവേക്കാരനായിട്ടുള്ള അതാണ് ജോൺ ഫോസ് ആണ് 2023. 2022 ആരായിരുന്നു? 2022 ആനി എർണോക്സ് ആണ് അല്ലെ. ഫ്രാൻസിന്റെ ആനി അർണോക്സ് ആണ്, അല്ലെങ്കിൽ ആനി അർണോക്സ് ഫ്രാൻസ്. അപ്പോൾ ഓർത്തിരിക്കുക, 2022 ആനി അർണോക്സ് ഫ്രാൻസ് ആണ്. 2023 ജോൺ ഫോസ് നോർവേ. 2024 ഹാൻകാങ് ഏതാണ്? ദക്ഷിണ കൊറിയ ആണ്. ഹാൻകാങ് ദക്ഷിണ കൊറിയ ആണ്. അതുപോലെ തന്നെ എന്താണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നത് ആരാണ്? സ്വീഡനാണ്. ആരാണ്? സ്വീഡനാണ് ഈ പുരസ്കാരം നൽകുന്നത്. നേരത്തെ പറഞ്ഞു. സമാധാനത്തിനുള്ള പുരസ്കാരം നൽകുന്ന ആരാണ്? നോർവേ ആണ്. സാഹിത്യത്തിനുള്ള പുരസ്കാരം നൽകുന്ന ആരാണ്? സ്വീഡനാണ്. ഇത് ആരംഭിച്ചത് 1901 തന്നെയാണ്. ഇതും ആരംഭിച്ചപ്പോഴാണ് 1901 തന്നെയാണ് ഈ പുരസ്കാരം ആരംഭിച്ചത്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുക, നമ്മൾ ഇന്ത്യക്കാരനായിട്ടുള്ള എന്താണ് സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഏത് വർഷമാണ്? 1913 ഗീതാ കവിയാണ്. ഗീതാഞ്ജലി എന്ന് പറഞ്ഞ കൃതിക്കാണ് ആർക്ക് നോബൽ സമ്മാനം കിട്ടുന്നത്? ആർക്ക്? രവീന്ദ്രനാഥ ടാഗോറിന്. അതുപോലെ തന്നെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി PSC ചോദിച്ചത് അതാരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. 1953. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ 1953 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? പശ്ചിമ ബംഗാളാണ്. ഏതാണ്? പശ്ചിമ ബംഗാളാണ്. അതുപോലെ തന്നെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പുതിയ പാവലിന്റെ ഇനമാണ് ഏതെന്ന് പറഞ്ഞാൽ പ്രിയങ്ക. ഏതാണ്? പ്രിയങ്ക. ഓർത്തിരിക്കുക, സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ പശ്ചിമ ബംഗാളാണ്. അതുപോലെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതാണ്? ഏത് ഓർത്തിരിക്കുക, പാവലിന്റെ ഇനമാണ് ഏതെന്ന് പറഞ്ഞാൽ പ്രിയങ്ക. അതുപോലെ തന്നെ 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്, സ്ഥിരം BSc ചോദിക്കുന്നതാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറഞ്ഞാൽ NS മാധവനാണ് അല്ലെ. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? NS മാധവനാണ്. ഓർത്തിരിക്കുക. അപ്പൊ NS മാധവൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കൃതി നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഏതാണ്? ഹിഗ്ഗിറ്റ. ഏതാണ്? ഹിഗ്ഗിറ്റ ആരുടെ കൃതിയാണ്? NS മാധവന്റെ കൃതിയാണ്. അപ്പൊ 2024 എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അതെന്ന് ചോദിച്ചാൽ എത്രാമതാണ്? 32. എത്രാമതാണ്? 32ാമത് പുരസ്കാരമാണ് 2024 കൊടുത്ത്. അതിന്റെ ജേതാവാനാണ് NS മാധവൻ അല്ലെ. അപ്പൊ 2023 ആരായിരുന്നു? SK വസന്തനാണ് അല്ലെ. 2023 SK വസന്തനാണ്. 2022 സേതുവാണ്. അതുപോലെ 2021 P വത്സലയാണ് അല്ലെ. തിരുനെല്ലിയുടെ കലാകാരി എന്നറിയപ്പെടുന്ന ആളാണ് ആര്? P വത്സല. എന്നാണ് P വത്സല അന്തരിച്ചത്? 2023 നവംബർ 21 ഓർത്തിരിക്കുക. P വത്സല എന്നാണ് അന്തരിച്ചത്? 2023 നവംബർ 21 ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക, MT വാസുദേവൻ നായർ അദ്ദേഹവും അന്തരിച്ച നമുക്കറിയാം. അതുകൊണ്ട് MT വാസുദേവൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വർഷം ഒന്ന് പഠിച്ചിരിക്കുക. 2011 എപ്പോഴാണ്? ഇമ്പോർട്ടന്റ് ആണ്. 2011 അല്ലെ. നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്നാണ്? കേരളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് അല്ലെ. സമഗ്ര സംഭാവനക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. അതിന്റെ സമ്മാന തുക എത്രയാന്ന് വെച്ചാൽ എത്രയാണ്? 5 ലക്ഷം രൂപയാണ് അല്ലെ. 5 ലക്ഷം രൂപ. പുരസ്കാരം ആരംഭിച്ചപ്പോഴായിരുന്നു? 1993 ആരംഭിച്ചത്. പ്രഥമ ജേതാവാരാണ്? ശൂരനാട് കുഞ്ഞമ്പള്ളി ആയിരുന്നു അല്ലെ. രണ്ടാമത് കിട്ടിയായിരിക്കാണ്? തകഴിക്കാണ്. മൂന്നാമത് കിട്ടിയത് ബാലാമണി അമ്മയ്ക്കാണ് അല്ലെ. 95. 93 ശൂരനാട് കുഞ്ഞമ്പിള്ള, 94 തകഴി ശിവശങ്കരപ്പിള്ള, 94 ബാലാമണി അമ്മ. ഓർത്തിരിക്കുക. അതുപോലെ ഒടക്കുഴൽ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ പ്രഥമ വനിത ചോദിച്ചാൽ ആരാണത്? അത് ബാലാമണി അമ്മയാണ്. അതാരാണ്? ബാലാമണി അമ്മയാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും 2 പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ്. ഇനി ബാക്കിയുള്ള ഈ 2025 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഇതിന്റെ PDF ആയിട്ട് നമുക്ക് കാര്യമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ
നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയതാണ്. അതൊരു നോട്ടായിട്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചില കറണ്ട് അഫയേഴ്സ് ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സിന് ഇതിൻ്റെയൊക്കെ PDF നോട്ടിനായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ടേൺ ടു സക്സസ് എന്നാണ് നമ്മളെ ചാനലിന്റെ പേര്. അതുപോലെ തന്നെ എന്താണ് ചാനലിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ലിങ്ക് കിട്ടും. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ നെക്സ്റ്റ് പാർട്ട്, ഇതിന്റെ രണ്ടാമത് ഇതുപോലെ ബാക്കി എല്ലാ എക്സാംസിന്റെയും, അതായത് 2025 നടന്ന കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ടൈം കാണാം.